ഹലോ, അപ്പോൾ നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്ര ദിവസം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആളുടെ വീട് ചെറുതുരുത്തി പയങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ പോണതിന് മുന്നേ ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം പോവല്ലേ, കുറച്ച് നന്നായിക്കോട്ടെ. അപ്പോൾ ഇത് അരിപ്പൊടിയും കടലമാവും പാലും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യലുണ്ട്, നല്ലതാണ്. നല്ലൊരു പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും പുട്ടും അടിപൊളി കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ പുട്ടൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇടയിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. കുറച്ച് ഡ്രസ്സ് തന്നെ എടുക്കലുള്ളൂ, കാരണം വീട് അത്ര ദൂരമല്ല, പട്ടാമ്പിയാണ് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ബസ്സിലൊക്കെ വരാൻ പറ്റും. അപ്പോൾ 3/4 മണിക്കൂറൊക്കെ മതി. അപ്പോൾ ഞാൻ കുട്ടിയുടെ ഡ്രസ്സൊക്കെ അധികം ഇവിടെ വെക്കും, ഡെയിലി വെയറൊക്കെ. അത് ഏട്ടൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ മാത്രം കുറച്ചും, പിന്നെ ഞങ്ങൾക്ക് പുതിയതുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അഡീഷണലായിട്ട് വെക്കലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്യാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഇന്ന് ഞാൻ ഷാമ്പു ഇട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ, അതുകൊണ്ട് അങ്ങനെ പാറ് നിൽക്കണത്. പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴേക്ക് ഋതു അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കൊറിയർ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുത്തിയൊക്കെ ചെയ്യും, ഇവിടെ നിന്ന് അച്ഛൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ പോവുകയാണ്. അവൾക്ക് അച്ഛൻ്റെ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാരണാകുറിച്ചി പുതിയ പാലാണ്. കുറേ നാളുകൾക്ക് ശേഷം ഓപ്പൺ ആയിട്ടുള്ള പാലാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചെറുതുരുത്തി പാലാണ്. നമ്മുടെ സർവ്വമായിലൊക്കെ കാണിക്കുന്നില്ലേ, ആ പാലാണ് കേട്ടോ അത്. ഞങ്ങൾ പോകുമ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗേറ്റൊക്കെ തുറന്നുണ്ടാവുന്നു. പക്ഷേ ഞങ്ങൾ വന്നതും അടച്ചു. ഏകദേശം ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിൽ വീണ്ടും അടച്ചു. ഞങ്ങളൊരു 10-20 മിനിറ്റോളം പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്ക് ഋതുവിന് സ്വന്തം അത് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ മനസ്സിലായിട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വീട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.